ഹലോ, ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത് സിമ്പിൾ ക്രിസ്മസ് മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എടുത്തത് മോയ്സ്ചറൈസറാണ്. മോയ്സ്ചറൈസർ നല്ല അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ എടുത്തിട്ടുള്ളത് സൺസ്ക്രീനാണ്. സൺസ്ക്രീൻ കുറച്ച് നല്ലോണം എടുത്തിട്ടുണ്ട്. പുറത്ത് പോകുന്നുണ്ടെങ്കിൽ ടാൻ അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും എടുത്തത്. അപ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ അടുത്ത് ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നതിന് മുന്നേ, ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് മുന്നേ പാച്ച് ടെസ്റ്റ് ചെയ്യാൻ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോ ആരും കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കാണുക. അപ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുക. ഫൗണ്ടേഷൻ എല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത നമ്മൾ ചെയ്യുന്നത് പ്രൈമറാണ്. അപ്പോൾ പ്രൈമർ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് പ്രൈമർ ഇട്ടതിന് ശേഷമുള്ള ഫേസ്. അത് കഴിഞ്ഞിട്ട് കോമ്പാക്റ്റ് ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. കോമ്പാക്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ടാൽക്കം പൗഡർ യൂസ് ചെയ്യാം. അടുത്ത ഞാൻ ലിപ് ബാം ആണ് ഇടുന്നത്. ലിപ് ബാം ഇടുന്നത് നല്ലതാണ്. ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ ലിപ് ബാം യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഡയറക്റ്റായി ലിപ്സ്റ്റിക് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലിപ്സ് ഡാർക്കർ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ലിപ് ബാം ആദ്യം ഇടണം എന്നുള്ളതാണ്. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബ്ലഷാണ്. ഞാനിവിടെ പൗഡർ ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്. അത് ചീക്സിലും നോസിലും പിന്നെ ജോലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബ്ലഷ് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ഞാൻ യൂസ് ചെയ്യുന്ന ഹൈലൈറ്ററാണ്. ഹൈലൈറ്റർ നമ്മളെ ഫേസിന് കുറച്ച് ഗ്ലോ തരാനും വേണ്ടിയിട്ടാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കുറച്ചെടുത്തിട്ട് നോസിലും ചീക്സിലും ജോലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഞാൻ ഹൈലൈറ്റർ യൂസ് ചെയ്തതിനുള്ള ഫേസാണിത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും കുറച്ച് ഗ്ലോ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഐലൈനർ യൂസ് ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ട് ഒരു വിങ് ആദ്യം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നല്ല ഡാർക്കായിട്ടാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ലിപ് ലൈനറാണ്. ഒരു മെറൂൺ ഷെയ്ഡ് ആയിട്ടുള്ള ലിപ് ലൈനറാണ്. അപ്പോൾ ലിപ് ലൈനർ യൂസ് ചെയ്ത് ലിപ് ലൈനർ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ലിപ് ലൈനർ ആദ്യം നല്ലോണം ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെയാണ് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യേണ്ടത്. ഇതാ ലിപ്സ്റ്റിക്കും ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ഞാൻ മസ്കാരയാണ് ഇടുന്നത്. മസ്കാര ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ചെറിയ കണ്ണൊക്കെ ആണെങ്കിൽ കുറച്ച് വലുതായിട്ടുള്ള പോലെ തോന്നും. പിന്നെ ലാഷസൊക്കെ ഒന്ന് വിടർന്ന് നിൽക്കുകയും ചെയ്യും. അപ്പോൾ മസ്കാരയും ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഫേസ് ലാസ്റ്റ് എങ്ങനെയാണുള്ളത്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഏറ്റവും ലാസ്റ്റ് യൂസ് ചെയ്യുന്നതാണ് സെറ്റിംഗ് സ്പ്രേ ആണ്. അപ്പോൾ സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്താൽ നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആയിട്ടുണ്ടാവും.
അപ്പോൾ സെറ്റിംഗ് സ്പ്രേ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ എൻ്റെ ഫേസ് ഗ്ലോ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്രിസ്മസ് മേക്കപ്പ് ലുക്ക്. അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.